പറവൂർ നഗരസഭയിൽ അധികാര തുടർച്ച ലക്ഷ്യമിട്ട് UDF പ്രചാരണത്തിൽ സജീവമാകുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. അതേസമയം നഗരസഭയിൽ സാന്നിധ്യം ശക്തമാക്കാനുള്ള തീവ്ര പ്രചാരണ പരിപാടികളിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം. 10 വർഷത്തെ വികസന മുരടിപ്പും മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും UDFിലെ ചേരിതിരിവുമാണ് LDF NDA മുന്നണികൾ പ്രചാരണ വിഷയമാക്കുന്നത്. പറവൂർ നഗരസഭയിലെ ആകെയുള്ള 29 സീറ്റിൽ 15-ൽ UDF, 13-ൽ LDF, 1 സീറ്റിൽ BJP എന്നിങ്ങനെയാണ് നഗരസഭയിലെ നിലവിലെ കക്ഷിനില. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 14-ാം ഡിവിഷനിൽ അട്ടിമറി വിജയത്തിലൂടെയാണ് BJP നഗരസഭയിൽ സാന്നിധ്യം അറിയിച്ചത്. 5 വർഷത്തെ വാർഡിലെ പ്രവർത്തന മികവിലും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലത്തിലും ഇത്തവണ നഗരസഭയിൽ നിർണായക സാന്നിധ്യമാകുമെന്ന് BJP ഉറപ്പിച്ചു കഴിഞ്ഞു. ഇടതു വലതു മുന്നണികളുടെ ജനകീയ വഞ്ചനയാണ് NDA പ്രചാരണ വിഷയമാക്കുന്നത്. 5 വർഷം കൊണ്ടാണെങ്കിൽ 5 ചെയർമാനാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് നഗരസഭയിൽ. അപ്പോൾ അവർ ഭരിക്കാനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശ്രമിക്കുന്നത് അവരുടേതായ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും അവരുടെ പോക്കറ്റുകൾ നടക്കാനാണ്. വെടിമറയിൽ തന്നെയാണ് ഈ മാലിന്യങ്ങൾ കൊണ്ട് കൂട്ടിയിട്ട് പ്ലാസ്റ്റിക് ഒരു വർഷം അവിടെ കത്തിപിടിച്ചതാണ്. അപ്പോൾ ആ പരിസരത്ത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം കൊണ്ടിടാനുള്ളൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല എന്നുള്ളത്. നഗരസഭയ്ക്ക് ഒരു ശ്മശാനവും ഇല്ല. ഒട്ടേറെ നാളുകളായിട്ട് ആളുകളുടെ ആവശ്യമാണ്. അത് 2 പാർട്ടിക്കാരും ഭരിച്ചാലും അതിന് തൊടാൻ കഴിയുന്നില്ല. 10 വർഷത്തെ വികസന മുരടിപ്പും ഭരണമുന്നണിയിലെ ഗ്രൂപ്പ് പോരും പറവൂരിന്റെ വികസനത്തെ പിന്നോട്ടടിച്ചതായി ഇടതുപക്ഷം വിലയിരുത്തുന്നു. ജനങ്ങളുടെ തിരിച്ചറിവ് നഗരസഭയിൽ ഭരണമാറ്റമുണ്ടാക്കുമെന്നാണ് LDFന്റെ വിശ്വാസം. വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ UDF അമ്പയെ പരാജയപ്പെട്ടു. ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പറവൂർ പട്ടണത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് ഒരുപാട് പ്ലാനുകളും നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ വന്ന പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല. ശുചിത്വത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തിയ നഗരസഭയിൽ UDF നേതൃത്വം നൽകിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും പറയുന്നു. ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജനപക്ഷത്ത് നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ സേവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഹാട്രിക് വിജയത്തിനുള്ള അവകാശവാദം. വികസന നേട്ടം മുൻനിർത്തി ഹാട്രിക് വിജയമാണ് UDF ലക്ഷ്യം. വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് വിജയം നേടുകയാണ് LDF ലക്ഷ്യമിടുന്നത്. ശക്തമായ സാന്നിധ്യമാകാനാണ് NDAയുടെ ശ്രമം. പറവൂരിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് ചെകവർക്കൊപ്പം രജിത് കുമാർ, ജനം, കൊച്ചി.